നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. അയഡിൻ്റെ കുറവ് മൂലം ശരീരത്തിലുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് അയഡിൻ. തൈറോക്സിൻ ഹോർമോണിലെ, അതായത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ ഹോർമോൺ. അതിലെ പ്രധാന ഘടകമാണ് അയഡിൻ. നമ്മുടെ ശരീരത്തിൽ അയഡിൻ കുറയുന്നതിൻ്റെ പ്രധാന പ്രശ്നം ഈ തൈറോക്സിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്. അതായത് അയഡിൻ്റെ കുറവാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം. ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന അയഡിൻ രക്തത്തിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ എത്തുകയും ടൈറോസിൻ എന്ന പദാർത്ഥവുമായി ചേർന്ന് തൈറോക്സിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ അയഡിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരം സ്വയം അയഡിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലൂടെ അയഡിൻ ശരീരത്തിൽ എത്തിക്കുകയാണ് വേണ്ടത്. അയഡിൻ്റെ കുറവ് നികത്തണമെങ്കിൽ ആദ്യം ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തണം. അയഡിൻ ചേർന്ന ഉപ്പ് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാം. മത്സ്യത്തിൽ അയഡിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പഴങ്ങൾ, ചെറു മത്സ്യങ്ങൾ ഇവയൊക്കെ അയഡിൻ്റെ ഉറവിടങ്ങളാണ്. ക്യാബേജ്, കോളിഫ്ലവർ എന്നീ പച്ചക്കറികൾ ധാരാളം കഴിക്കുന്നതും അയഡിൻ്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കും. പ്രായത്തിനനുസരിച്ച് അയഡിൻ്റെ ആവശ്യകത വ്യത്യാസപ്പെടുന്നുണ്ട്. കണക്കുകൾ പ്രകാരം മുതിർന്നവർക്ക് പ്രതിദിനം 150 മൈക്രോഗ്രാം അയഡിൻ ആവശ്യമാണ്. ഗർഭകാലത്ത് ഇത് പ്രതിദിനം 220 മൈക്രോഗ്രാമും മുലയൂട്ടുമ്പോൾ 290 മൈക്രോഗ്രാമുമാണ് ആവശ്യമായ അളവ്. അയഡൈസ്ഡ് ഉപ്പ് അയഡിൻ നൽകുന്നുണ്ടെങ്കിലും പാല്, ചീസ്, മുട്ട, പച്ചക്കറി തുടങ്ങിയ മറ്റ് സ്രോതസ്സുകളിലും അയഡിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അയഡിൻ്റെ കുറവ് മൂലം ശരീരത്തിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും കാണപ്പെടുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ് അയഡിൻ. തൈറോയ്ഡ് ഹോർമോണുകളായ തൈറോക്സിൻ, ട്രൈ അയഡോ തൈറോണിൻ ഉൽപ്പാദനത്തിലാണ് അയഡിൻ്റെ പ്രവർത്തനം. ഹൈപ്പോ തൈറോയിഡിസത്തിൽ തൈറോയ്ഡ് പ്രവർത്തനരഹിതമാണ്. അവിടെ ശരീരത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തൈറോയ്ഡ് ഹോർമോണുകൾ വേണ്ടത്ര ഉണ്ടാക്കാൻ കഴിയില്ല. ക്ഷീണം, മലബന്ധം, ശരീരഭാരത്തിലെ വർധനവ് എന്നിവ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വരണ്ട ചർമ്മം, മുടികൊഴിച്ചിൽ, പേശികളുടെ ബലഹീനത, തണുപ്പ് അനുഭവപ്പെടുക എന്നിവ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങളാണ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഹൈപ്പോ തൈറോയിഡിസം വരാനുള്ള സാധ്യത 8 മടങ്ങ് കൂടുതലാണ്. തൈറോയിഡിൻ്റെ വർധനവാണ് ഗോയിറ്റർ. ഇത് കുറഞ്ഞ അയഡിൻ കഴിക്കുന്നതിൻ്റെ അടയാളമാണ്. കഴുത്തിൻ്റെ മുൻവശത്തിൻ്റെ അടിഭാഗത്ത് ഗോയിറ്റർ പ്രത്യക്ഷപ്പെടുന്നു. അയഡിൻ കുറവിൻ്റെ ആദ്യ ലക്ഷണമാണ് ഇത്. സംസ്കരിച്ച വാണിജ്യ ഭക്ഷണങ്ങളിലേക്ക് ചേർക്കുന്ന ഉപ്പിന് അയഡിൻ ഇല്ല. അതിനാൽ സംസ്കരിച്ച ഭക്ഷണങ്ങളെ കൂടുതലായും ആശ്രയിക്കുന്ന ആളുകൾക്ക് അയഡിൻ കുറവുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഗോയിറ്റർ ഉള്ളവർക്ക് കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്നതായി അനുഭവപ്പെടും. അതുപോലെ തന്നെ ഭക്ഷണം ഇറക്കുന്നതിന് ബുദ്ധിമുട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഗർഭകാലത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ ശരീരത്തിന് തൈറോയ്ഡ് ഹോർമോണുകൾ ആവശ്യമാണ്. ഈ തൈറോയ്ഡ് ഹോർമോണുകൾ നാഡീകോശങ്ങളെ ചുറ്റിപ്പറ്റിയും സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഒരു വലയം ഉണ്ടാക്കുന്നു. അങ്ങനെ അവ ശരിയായ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. അയഡിൻ കുറവുള്ള അമ്മമാർക്ക് ഗർഭം അലസാനും സ്റ്റിൽ ബർത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭ്രൂണത്തിൻ്റെ നാഡീപരമായ വികാസത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ അയഡിൻ്റെ കുറവ് ഭ്രൂണത്തിൻ്റെ വളർച്ചയെയും വികാസത്തെയും ബാധിക്കും. ഗർഭിണിയായ അമ്മയിലെ അയഡിൻ്റെ കുറവ് കുഞ്ഞിന് മാറ്റാനാവാത്ത മസ്തിഷ്ക ക്ഷതമുണ്ടാക്കും. അയഡിൻ്റെ കുറവ് പരിശോധിക്കാൻ പ്രധാനമായും നടത്തുന്നത് മൂത്രപരിശോധനയാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റിലൂടെ നടത്താറുണ്ട്. അതുപോലെ തന്നെ അയഡിൻ പാച്ച് ടെസ്റ്റ് നടത്താറുണ്ട്. പ്രധാനമായും മൂത്രത്തിലൂടെയാണ് അയഡിൻ പരിശോധിക്കുന്നത്. മൂത്രത്തിൽ അയഡിൻ സാന്ദ്രത പരിശോധിച്ചുകൊണ്ട് അയഡിൻ്റെ അളവ് ഒരു മൂത്ര പരിശോധനയിലൂടെ പരിശോധിക്കുന്നു. കാരണം അയഡിൻ മൂത്രം വഴിയാണ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൽ അയഡിൻ്റെ കുറവാണോ എന്നറിയുവാനായി ഈ പരിശോധന എളുപ്പത്തിൽ സഹായിക്കും. അയഡിൻ്റെ കുറവ് മൂലം ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്ന ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.